നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ വൈദ്യുതി നിയന്ത്രണം 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണം SMS-ലൂടെ മുൻകൂട്ടി അറിയിക്കും. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ അനുമതിയായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇന്നു മുതൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞു പോര്. KSU സമരത്തിൽ VD സതീശൻ പക്ഷത്തിന്റെയും KC വേണുഗോപാൽ പക്ഷത്തിന്റെയും വെവ്വേറെ പ്രതിഷേധ പരിപാടികൾ. ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ്. വിലക്കേണ്ടത് മാധ്യമ ചർച്ചകളെയെന്നും ചെന്നിത്തലയുടെ പരസ്യം വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും സണ്ണി ജോസഫ്. നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ച പ്രശ്നം തീർന്നു. പരസ്യം ഞാൻ കണ്ടില്ല. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാത്ത നിരാശ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കളുടെ വെടിക്കെട്ടെന്നും PR വർക്കുകൾ പരിധി വിടരുത് എന്നും കെ മുരളീധരൻ. ചിലപ്പോൾ ഒരു ഒഴിവ് കാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. കോഴിക്കോട് വീട്ടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി. കുറ്റ്യാടിയിൽ രമേശിന്റെ വീട്ടിൽ വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെ പിടികൂടിയത് കുട്ടികളുടെ കിടക്കയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്ന് 5 പേർക്ക് കൂടി പാമ്പ് കടിയേറ്റു. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ത്രിമൂലസ്ഥാനത്ത് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം ഏപ്രിൽ 17. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ തൃശൂർ സ്വദേശി രാകേഷും മരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 17 ആം ആദ്മി പാർട്ടി വിട്ട് BJP ലയിക്കാനുള്ള 7 MP-മാരുടെ അപേക്ഷ അംഗീകരിച്ച് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ. 3-2 ഭൂരിപക്ഷം MP-മാരും പാർട്ടി വിടുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല. രാജ്യസഭയിൽ NDAക്ക് 113 MP-മാർ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച് ഇറാൻ. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്ന നിർദ്ദേശം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കി യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളും. ഒമാൻ പാകിസ്ഥാൻ പ്രതിനിധികളെ കണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുന്നേറുന്നു. KSU സമരത്തിൽ പോലും VD സതീശൻ പക്ഷവും KC വേണുഗോപാൽ പക്ഷവും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ചേരിതിരിഞ്ഞുള്ള നേതാക്കന്മാരുടെ ശക്തി പ്രകടനത്തിലും പ്രതിച്ഛായ മത്സരത്തിലും കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, വിലക്കുകളൊക്കെ ലംഘിക്കുകയാണ്, കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒക്കെ പലതരത്തിൽ പല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ പോകുന്നു? അത് തന്നെയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല എന്നാണ് ഇപ്പോൾ കെ മുരളീധരനൊക്കെ നേരത്തെ മറ്റ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ. ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഫലം വരാനായി വളരെ കുറച്ച്, ഒരാഴ്ച ഇല്ല. അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്താകുമ്പോൾ നമ്മളൊക്കെ റിസൾട്ടിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ എന്നിട്ട് പോലും നേതാക്കന്മാർ അതൊക്കെ അവർ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. UDF തന്നെ അധികാരത്തിൽ വരും, അതുകൊണ്ട് തന്നെ ആരാകണം ഇനി നയിക്കേണ്ടത് എന്ന രീതിയിലുള്ള മത്സരം. ഹൈക്കമാൻഡ് 2-3 തവണ ആവർത്തിച്ച് വിലക്ക് നൽകുന്നു, വിലക്ക് ഏർപ്പെടുത്തുന്നു. ഒപ്പം തന്നെ KPCC മുന്നറിയിപ്പൊക്കെ നൽകുന്നു. എന്നിട്ട് പോലും ഈ അണികൾ ചേരിതിരിഞ്ഞുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള മത്സരവും ഒരു കടുംപിടി ഒക്കെയാണ് നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെയും. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ KSU പ്രവർത്തകർ നിതിൻ രാജിൻ്റെ മരണത്തിൽ അവർ പ്രതിഷേധിക്കുകയാണ്. അവർ പ്രതിഷേധ സമരവുമായി മലപ്പുറത്ത് കോളേജിലും ഒക്കെ തന്നെയും കളക്ടറേറ്റിലും ഒക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ VD സതീശ പക്ഷവും ഒപ്പം തന്നെയും KC വേണുഗോപാൽ പക്ഷം എന്ന രീതിയിൽ 2 ചേരി, അതായത് പോഷക സംഘടനകളിൽ പോലും ഈ നേതാക്കന്മാരുടെ അനുയായികൾ എന്ന രീതിയിൽ അവർ ചേരി തിരിഞ്ഞ് ഒരേ സമയത്ത് പ്രതിഷേധ പരിപാടിയുമോ ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടിയും നടത്തുന്നു. അപ്പോൾ ഈ
നേതാക്കന്മാരുടെ തമ്മിലുള്ള ആ രൂക്ഷത, അഭിന്നത എത്രത്തോളം രൂക്ഷമാണ് എന്നത് ഈ പോഷക സംഘടനയിലെ പ്രതിഷേധ പരിപാടികൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ആ പ്രതിഷേധത്തിൽ പോലും അവർ ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നു. അപ്പോൾ എല്ലാ രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ തങ്ങളുടെ വിങ്ങുകളെ നിയന്ത്രിക്കുന്നത് ഈ നേതാക്കന്മാർ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവർ പക്ഷേ അത് നേരിട്ട് തങ്ങൾക്കറിയില്ല, ഇതൊക്കെ തന്നെ ഏറ്റുപിടിക്കുന്നതാണെന്ന് പറയുമ്പോൾ പോലും ഇവർ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഇവരുടെ ഒരു പ്രതിച്ഛായ മത്സരമൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ. കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ പോലെ വരുന്നു. അദ്ദേഹത്തെ പോയിട്ടിക്കൊണ്ട് VM സുധീരൻ അടക്കം നേതാക്കൾ രംഗത്ത് വരുന്നു. പക്ഷേ ഇന്നും ആ VM സുധീരൻ പറയുന്നത് MLA-മാരാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നത് എന്ന രീതിയിൽ ഇതൊക്കെ തള്ളി അവർ രംഗത്ത് വരുന്നു. KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പോലും പരിഹാസവും ഒരു വിഭാഗം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ K മുരളീധരൻ അടക്കമുള്ള രംഗത്തുണ്ട്. പക്ഷെ അപ്പോഴും ഈ ചേരിതിരിഞ്ഞ് 3 നേതാക്കന്മാരും തമ്മിലുള്ള മത്സരത്തിന് ഒരു കുറവുമില്ല. ഹൈക്കമാൻഡ് കടുത്ത അതിർത്തിയിൽ തന്നെയാണ്. പക്ഷേ ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ഉള്ളതുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു നേരിട്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന് ഭിന്നത അതിരൂക്ഷം തന്നെയാണ്. മായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുന്നേറുകയാണ്. വിലക്ക് വരേണ്ടത് മാധ്യമങ്ങൾക്കെന്ന് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ചെന്നിത്തലയുടെ പരസ്യം വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഏതായാലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയെ പരിഹസിച്ച് K മുരളീധരൻ നേതാക്കളുടെ PR വർക്കുകൾ പരിധിവിടില്ല. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഇല്ലാതിരുന്നതിനാൽ ആ നിരാശ ഒഴിവാക്കാനാണ് ഇപ്പോഴുള്ള വെടിക്കെട്ട്. പക്ഷേ ഒന്നും പരിധിവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയുമെന്ന് മുരളീധരൻ പറഞ്ഞു. ചിലപ്പോൾ ഒരു ഒഴിവ് കാലത്തെ കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. അത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ ഇരിക്കാം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പ്രാദേശിക തലങ്ങളിൽ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിന് KSEB. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഉണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഉറപ്പായി അല്ലേ? ലോഡ് ഷെഡിംഗ് ഒന്നുമില്ല. 10 വർഷക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത, പവർ കട്ടില്ലാത്ത കേരളം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ്ങിലേക്ക് പോവുകയാണ് അല്ലേ? മായ, ഈ പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് പറയുമ്പോഴും വൈദ്യുതി മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസോ ഇപ്പോഴും സംസ്ഥാനത്ത് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെ ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തില്ല. അത് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ അതിന് പകരം ഒരു ബദൽ സംവിധാനം എന്ന രീതിയിലാണ്. കാരണം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം തന്നെയാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വൈദ്യുതി കാശ് കൊടുത്ത് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ വൈദ്യുതി ബോർഡിന് അനുവാദമൊക്കെ നൽകി കഴിഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വില കൊടുത്ത് വാങ്ങി സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഒരു ഭാഗത്ത് പരിഹാരം കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ക്രമാതീതമായി വൈദ്യുതി ഉപഭോഗം കൂടുന്നു. അത് ഈ കടുത്ത വേനൽച്ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രീതി വേനൽ മഴ വന്നിട്ടുമില്ല. അപ്പോൾ ഓരോ ദിവസവും വലിയ രീതിയിൽ പ്രതിസന്ധി വരുമ്പോൾ പവർ കട്ടില്ലാതെ എങ്ങനെ വൈദ്യുതി നിയന്ത്രിക്കാമെന്ന ചർച്ചയിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലാണ് KSEB ഈ രീതിയിൽ. അത് പറയുന്നത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ അല്ല, പക്ഷേ അതിനു പകരം പ്രാദേശിക തലങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു പീക്ക് സമയത്ത് എങ്ങനെയാണോ പവർ ഉണ്ടാകുന്നത് അവിടെ ആ പീക്ക് ലെവൽ പവർ മാനേജ്മെന്റ് എന്ന പേരിൽ തനിയെ തന്നെ ഒരുപക്ഷെ ഓട്ടോമാറ്റിക്കായി അത് ഓഫാകുന്നു ആ ഭാഗത്ത്. അതിനെ ഒരു പവർ കട്ടെന്ന് ഇപ്പോഴും അവർ പറയാൻ സന്നദ്ധമല്ല. പക്ഷേ അത് വായിച്ചെടുക്കാൻ കഴിയുന്നത് അപ്രഖ്യാപിതമായോ അല്ലെങ്കിൽ പ്രഖ്യാപിതമായോ. ഈ പ്രഖ്യാപിതം എന്ന് പറയാൻ കാരണം ചില ഏരിയകളിൽ പ്രദേശങ്ങളിൽ അവരെ പവർ കട്ട് ഉണ്ടാകുമെന്ന് SMS വഴി പരമാവധി അവർ മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കും. ഒരു 15 20 അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു അരമണിക്കൂറൊക്കെ അവിടെ വൈദ്യുതി ഉണ്ടാവുകയില്ല എന്ന് SMS വഴി പരമാവധി അറിയിക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ അറിയിക്കാതെ തന്നെയും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക തലങ്ങളിൽ എവിടെയാണോ പീക്ക് സമയത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കി മുൻകൂട്ടി കൊണ്ട് അവിടങ്ങളിലോ
അതൊക്കെ തന്നെ 15 മുതൽ അരമണിക്കൂർ നേരം വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ വൈദ്യുതി എത്രത്തോളം സമാഹരിക്കാമോ അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രഖ്യാപിതം തന്നെയാണ്. അപ്പോഴാണ് സംസ്ഥാന വ്യാപകമായി ഉണ്ട് എന്ന് വൈദ്യുതി വകുപ്പോ വൈദ്യുതി മന്ത്രിയോ അത് സ്ഥിരീകരിക്കുന്നുമില്ല. അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഏതായാലും പ്രാദേശിക തലങ്ങളിലെങ്കിലും പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ KSEB പറഞ്ഞിരിക്കുന്നത്. മന്ത്രി ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് അനുഭവമുണ്ടെന്ന് സണ്ണി ജോസഫ്. സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം, പവർ കട്ട് യാഥാർത്ഥ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന്. പക്ഷെ നമ്മൾ അനുഭവത്തിൽ ഞാൻ തന്നെ അനുഭവത്തിൽ എല്ലാ ദിവസവും കറണ്ടിട്ടുണ്ട്, രാത്രിയുണ്ട്, പകലുമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് തെളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വൈദ്യുതി ക്ഷാമമുണ്ട്, പ്രശ്നമാണ്, വേനലാണ്, വലിയ ഉപയോഗമുണ്ട്, അതുകൊണ്ട് ഇന്ന നിയന്ത്രണം ഏർപ്പെടുത്തു എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയാതെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി കട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. കോഴിക്കോട് 2 പേർക്ക് പാമ്പുകടിയേറ്റു. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ, കണ്ണിപ്പൊയിൽ സ്വദേശി അഞ്ജലി എന്നിവർക്കാണ് കടിയേറ്റത്. അതേസമയം കുറ്റ്യാടിയിൽ വീട്ടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടെയാണ് ഫോൺ കോൾ എടുക്കുന്നതിനിടെ കാലിൽ എന്തോ ചുറ്റിയത് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാമ്പ് കടിച്ചുവെന്നും മനസ്സിലാകുന്നത്. യുവാവിനെ ഉടൻ തന്നെ താമരശ്ശേരി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാത്രി ശരീരത്തിൽ പാമ്പ് കടിയേറ്റതുപോലുള്ള പാടുകൾ കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ണിപ്പൊയിൽ സ്വദേശി അഞ്ജലി വീടിന്റെ ടോയ്ലറ്റിൽ പാമ്പിനെ കണ്ടത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. ഉടൻ തന്നെ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ 5 പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിൽ വിഷപ്പാമ്പിനെ കണ്ടിരുന്നു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മറ്റു മുറികളിലും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ചു. വീണ്ടും വീടൊക്കെ നന്നാക്കി ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. രാത്രി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും 1 കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും 1 കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇരിങ്ങാലക്കുട കാറോത്ത് 2 പേർക്ക് പാമ്പുകടിയേറ്റു. വെള്ളയപ്പറമ്പിൽ വീട്ടിൽ പ്രസീത എന്ന സ്ത്രീയാണ് രാവിലെ പാമ്പ് കടിച്ചത്. വീട്ടിലെ പുല്ല് പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. താനശ്ശേരി കനാൽ ബന്ധിന് സമീപത്ത് വച്ചാണ് നടപ്പറമ്പ് സ്വദേശിയായ സനീഷിന് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ സനീഷ് ജോലി സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനാണ് താനശ്ശേരിയിലെത്തിയത്. 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിൽ വയോധികന് പാമ്പുകടിയേറ്റു. മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇരവിഴുങ്ങിക്കിടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. രാവിലെ വീട്ടുടമയുടെ മകളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. അടുക്കളയുടെ അടുപ്പിന് സമീപം ഇരവിഴുങ്ങിയ നിലയിലാണ് മൂർഖനെ കണ്ടത്. പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് പാമ്പിനെ വനപാലകർക്ക് കൈമാറി. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പ്രതിസന്ധികൾക്കിടയിൽ നടന്ന പൂരത്തിന് ആവേശോജ്വലമായ പര്യവസാനമാണ് ഉണ്ടായിരിക്കുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. ഏപ്രിൽ 17-നാണ് അടുത്ത തൃശൂർ പൂരം. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇത്തവണത്തെ പൂരം പ്രതിസന്ധികൾക്കിടയിൽ നടന്ന ഒരു പൂരം, അങ്ങനെയാണെങ്കിലും ആവേശോജ്വലമായി തന്നെ പര്യവസാനിപ്പിക്കാൻ ആയി. ഒരു
ചില കാര്യങ്ങളിൽ ഒരു തെളിവ് കൂടിയാണ് ഈ പൂരം എന്ന് പറയുന്നത്. ആർഭാടമൊന്നുമില്ലെങ്കിലും കരിമരുന്നില്ലെങ്കിലും ആവേശോജ്വലമായി തന്നെ പൂരം നടത്താനാവുമെന്ന് തെളിയിച്ച ഒരു പൂരം കൂടിയാണ് കടന്നുപോയത്, അല്ലേ ഹരീഷ്? ഹലോ ഹരീഷെ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? മായ, തീർച്ചയായും ഈ പ്രതിസന്ധികൾക്കിടയിലാണെങ്കിൽ പോലും പൂരത്തിന് കൃത്യമായ ശുഭപര്യവസാനം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ആവേശത്തോടുകൂടി ആരവത്തോടുകൂടി പൂരപ്രേമികൾ ഈ ഒരു ഉപചാരം ചടങ്ങും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവസാന ദിവസവും വലിയ തിരക്ക് ഈ ഒരു ശ്രീമൂലസ്ഥാനത്ത് അനുഭവപ്പെട്ടു. സമയക്രമത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 12 മണിയോടുകൂടി തന്നെ ഇരു ഭഗവതിമാരും ഈ പാണ്ഡിമേളത്തിൽ മായ, തീർച്ചയായും അതായത് ഈ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അതായത് ഈ പൂരത്തിനെ സംബന്ധിച്ച് അവസാന ദിനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പ്രധാനപ്പെട്ട ദിനത്തിലും വേറെ പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ അത് ശുഭപര്യവസാനത്തിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരു ഭഗവതിമാരും പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ 12 മണിയോടുകൂടിയാണ് ഈ ഒരു ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയത്. തുടർന്ന് ഈ പാണ്ഡിമേളം അവസാനിക്കുകയും അതിനുശേഷം ഈ ഇവിടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഇരു ഭഗവതിമാരും മുഖാമുഖം വന്ന് അഭിവാദ്യം ചെയ്ത് ഉപചാരം ചൊല്ലി പിരിയുന്ന ആ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് എന്നുള്ളതാണ്. ഈ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇനി അടുത്ത പൂരക്കാലത്തിനായിട്ടാണ് ഓരോ തൃശ്ശൂർക്കാരനും ഓരോ പൂരപ്രേമികളും കാത്തിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ഒരു വർഷത്തെ പൂരം കടന്നുപോയത്. അത് എത്രത്തോളം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം തന്നെ ഒഴിഞ്ഞുകൊണ്ട് കൃത്യമായി ചടങ്ങുകൾക്കൊന്നും ഭംഗം വരാതെ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു ദേവസ്വങ്ങൾക്കും സാധിച്ചു. ഒപ്പം ഈ പൂരപ്രേമികളുടെയും നാട്ടുകാരുടെയും സഹകരണവും എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ചടങ്ങ് മാത്രമായി നടത്താൻ അവരാരും അനുവദിച്ചില്ല. അവർ കൃത്യമായി ഈ ഒരു പൂരപ്രേമികൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പൂരം കാണാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് പൂരത്തിൻ്റെ ആ ഭംഗിക്കോ പ്രൗഢിക്കോ ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വർഷവും ആ പൂരം പര്യവസാനിച്ചത്. ആവേശോജ്വലമായി തന്നെ പൂരം പര്യവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു വർഷക്കാലം പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. അടുത്ത തൃശ്ശൂർ പൂരം ഏപ്രിൽ 17-നാണ്. 2027 ഏപ്രിൽ 17-നാണ്. മറ്റു വാർത്തകളിലേക്ക്. ആം ആദ്മി വിട്ട രാഘവ് ചന്ദ ഉൾപ്പെടെ 7 അംഗങ്ങളുടെ BJP ലയനം അംഗീകരിച്ച് രാജ്യസഭാ സെക്രട്ടേറിയറ്റ്. MP-മാരെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മിയുടെ കത്ത് തള്ളിക്കൊണ്ടാണ് നടപടി. ഇതോടെ രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 113ആയി. ആം ആദ്മി വിട്ട് BJPയിൽ ലയിക്കാനുള്ള 7 അംഗങ്ങളുടെ അപേക്ഷ ചെയർമാന്റെ അനുമതിയോടെ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, വിക്രം സാനി, സ്വാതി മലിവാൾ എന്നിവരെ BJP പട്ടികയിൽ ഉൾപ്പെടുത്തി. രാഘവ് ചദ്ദ ഉൾപ്പെടെ പാർട്ടി വിട്ട അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നടപടി. ആം ആദ്മിയുടെ 2/3 ഭൂരിപക്ഷം അംഗങ്ങളും ഒരുമിച്ച് BJPയിൽ ലയിക്കുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ലെന്ന് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഇതോടെ രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 113ഉം NDAയുടേത് 148ഉമായി വർദ്ധിച്ചു. ആം ആദ്മി അംഗങ്ങളുടെ എണ്ണം 3ആയി കുറഞ്ഞു. അതേസമയം MP-മാർ പാർട്ടി വിട്ടതിന് പിറകെ ആം ആദ്മിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പഞ്ചാബിൽ നിന്ന് മന്ത്രിമാരുൾപ്പെടെ കൂടുതൽ നേതാക്കൾ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി നേതാക്കളുമായി അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗൃഹപ്രവേശം ഇന്ന് നടക്കും. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങാണ് ഇന്ന് നടക്കുക. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുക്കും. നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 28-ന് നടത്തിയിരുന്നു.
വിദ്യാർത്ഥികളുടെ പരീക്ഷയും തിരഞ്ഞെടുപ്പും കാരണം കുടുംബങ്ങൾ താമസം നീട്ടിവെക്കുകയായിരുന്നു. കുടുംബങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുക്കും. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ 3 കിടപ്പുമുറികളും സിറ്റൌട്ടും ലിവിംഗ് റൂമും ഉൾപ്പെടുന്നതാണ് ഓരോ വീടും. വീടിനുള്ളിൽ പൊതു ശുചിമുറിയും കിടപ്പുമുറിയോട് ചേർന്ന് മറ്റൊരു ശുചിമുറിയുമുണ്ട്. 2ാം നില നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യവും ഓരോ വീടുകൾക്കുമുണ്ട്. കുടുംബങ്ങളുടെ സ്വകാര്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പ്രദേശത്തേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി മക്കളെ അങ്ങോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ഏപ്രിലാണ് ഏപ്രിൽ 1 നമുക്ക് ഇതൊക്കെ തന്നു. നമ്മളെ സൗകര്യാർത്ഥാണ് നമ്മളിപ്പോൾ ഇന്ന് കൂടാൻ തീരുമാനിച്ചത്. നമ്മളെ അടുത്തുള്ള 2-3 അയൽവാസിക്കാരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറം ഉണ്ട്. ബാക്കിയുള്ളൊരു ടൗൺഷിപ്പിലാണ്. നല്ല സന്തോഷമാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മുട്ടിൽ മേപ്പാടി റോഡിനോട് ചേർന്നാണ് വീടുകൾ നിർമ്മിച്ചത്. 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലും ശിക്ഷാവിധിയിലും നിലവിൽ ഇടപെടേണ്ടതില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ആന്റണി രാജുവിന്റെ ഹർജി നേരത്തെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. മയക്കുമരുന്ന് കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ആന്റണി രാജുവിന് വിചാരണ കോടതി വിധിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബംഗാളിൽ. മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളും ബംഗാളിൽ പ്രചാരണത്തിന് എത്തിയിട്ടുണ്ട്. 142 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുക. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള പുതിയ നിർദ്ദേശം ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചതായി റിപ്പോർട്ട്. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇറാൻ കൈമാറിയതെന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. ഇറാനുമായി ഒമാനും ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. തടഞ്ഞുവെച്ച നാവികരുടെ മോചനവും ചർച്ചയായി. ഒമാനിലെ ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ സന്ദർശനത്തിന് പിന്നാലെ ഒമാനിലെത്തിയ അദ്ദേഹം ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. ആണവ പദ്ധതിക്ക് പുറമെ ഹോർമൂസ് കടലിടുക്കിലെ പുതിയ നിയമപരമായ ചട്ടക്കൂട്, യുദ്ധ നഷ്ടപരിഹാരം, സൈനിക നടപടികളിൽ നിന്നുള്ള സംരക്ഷണം, അമേരിക്കയുടെ സമുദ്ര നിയന്ത്രണങ്ങൾ നീക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ഇരുവിഭാഗവും സ്ഥിരീകരിച്ചു. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ടക്കൊലപാതകമെന്ന സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. പച്ചടി, പൊന്നുട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സൂര്യാതപമേറ്റു. കുപ്പിയോട് സ്വദേശി ജയനാണ് പൊള്ളലേറ്റത്. കൂട്ടുപാതയിൽ നിന്നും ഒലവക്കോട്ടേക്ക് സവാരി പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു പൊള്ളലേറ്റത്. മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നേടി. MLAമാർ കൂടുതൽ സമയം സഭയിൽ ഇരിക്കുന്നില്ല എന്ന വിമർശനവുമായി സ്പീക്കർ AN ഷംസീർ. ഇരുപക്ഷത്തെയും MLAമാർ നിയമസഭയെ ഗൗരവത്തിൽ എടുത്തില്ല. യുവ MLAമാരാണ് കൂടുതൽ സമയം സഭയിൽ ഇരിക്കാൻ താൽപ്പര്യം കാട്ടാത്തത്. സഭാ നടപടികൾ കണ്ടുപിടിക്കാൻ എല്ലാ ദിവസവും സഭയിൽ ഉണ്ടാകണമെന്നും AN ഷംസീർ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കവെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷംസീർ. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിൽ ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 7 കളികളിൽ 5ലും ജയിച്ച് 2ാം സ്ഥാനത്താണ് ബംഗളൂരു. 7 കളികളിൽ 4ലും തോറ്റ ഡൽഹി 7ാം സ്ഥാനത്തുമാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.